ജസ്റ്റ് ഈ ഒരു സിമ്പിൾ ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്ത ഒരു ഗോൾഡൻ ഫേഷ്യൽ ചെയ്ത അത്രയും റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എന്നാൽ അടിപൊളി റിസൾട്ട് കിട്ടാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് നമുക്ക് യൂസ് ആക്കാൻ പറ്റുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓരോ സ്കിൻ ടൈപ്പുകാരും എങ്ങനെയാണ് നമ്മുടേതായ ഒരു രീതിക്ക് മാറ്റം വരുത്തി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ അവസാനം വരെ കണ്ടാൽ മാത്രമേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവുള്ളൂ, കറക്റ്റായിട്ട് നമുക്ക് യൂസ് ആക്കാനും പറ്റുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്, സ്കിൻ കുറച്ച് ഡള്ളായിരിക്കുകയാണ്, അവർ നിങ്ങളോടൊരു ടിപ്പൊക്കെ ചോദിച്ചാൽ ഉറപ്പായി ഇത് പറഞ്ഞു കൊടുക്കാം. അപ്പം എല്ലാവരും തന്നെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഹായ് ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടൊരു ഫേസ് പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് യൂസ് ആക്കാനും പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കും. അതുപോലെ തന്നെ ഡെഡ് സെൽസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം അരിപ്പൊടിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആൻറ്റി ഏജിങ്ങിന് വളരെയധികം നല്ലതാണ്. നിങ്ങൾ കുറച്ച് മെച്ചോർഡ് ആയിട്ടുള്ള സ്കിന്നാണ്, ഒരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരിപ്പൊടി നിങ്ങൾ റെഗുലർ ബേസിൽ യൂസ് ആക്കുന്നത് നല്ലതാണ്. ഇപ്പം നമുക്ക് പ്രായമാകുന്നത് അങ്ങനെ കംപ്ലീറ്റ്ലി റിവേഴ്സ് ചെയ്ത് 18 വയസ്സൊന്നും തോന്നിക്കാനൊന്നും പറ്റില്ല. എന്നിരുന്നാലും നമ്മുടെ സ്കിന്ന് ഗ്ലോ ആയിട്ട് നന്നായിട്ട് നമുക്ക് ആ ഒരു ഏജിങ് സൈൻസ് ഒന്നും ഇല്ലാതെ റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഭയങ്കര ഫ്രഷ് ആൻഡ് ഫിമ്മായിട്ട് നല്ല ടൈറ്റായിട്ടുള്ള സ്കിൻ കിട്ടാനായിട്ട് നമുക്കിത് യൂസ് ആക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് അരിപ്പൊടി, പിന്നെ അടുത്തതായിട്ട് കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുക്കുന്നത് ധാത്രിയുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും, ആവശ്യമുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് തേൻ വേണം. തേൻ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. സ്കിൻ ഗ്ലോ ആകാനും ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്രഷ്നെസ് തരാനും റിങ്കിൾസ്, ചുളിവുകളുണ്ടല്ലോ, മുഖത്ത് ചുളിവുകൾ ഉണ്ടാവുന്നത്, പിന്നെ സാഗായി തോന്നുന്നത്, ഇതൊക്കെ മാറ്റാനായിട്ട് സഹായിക്കും. അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതാണ് മെയിൻലി നമ്മൾ യൂസ് ആക്കുന്ന ഐറ്റംസ്. അടുത്തായിട്ട് ഇത് മിക്സ് ആക്കാനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് പാലാണ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് വെയിലേറ്റ കരിവാളിപ്പും ഒരുപാട് യാത്ര ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ഡൾനെസ്സും ഫേസിലുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് നിങ്ങൾ യൂസ് ആക്കേണ്ട സംഭവം തൈരാണ്. തൈരൊന്ന് ചേർത്ത് കൊടുക്കുക. സ്കിന്നിലൊരു സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് നമുക്ക് പാല് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഒരുപാട് ഡള്ളായിട്ടുള്ള സ്കിന്നാണ്, വെയിലേറ്റ കരിവാളിപ്പും ഒരുപാട് യാത്ര ചെയ്തതിൻ്റെയൊക്കെ ടയേർഡ്നെസ്സും പൊടിയൊക്കെ ഒരുപാടായിട്ട് ഉള്ള സ്ഥലത്തൊക്കെ പോയിട്ട് ഡെയിലി ട്രാവൽ ചെയ്ത് വരുന്നവരാണെന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി തൈര്, പാല് ഇവയൊന്നും സെറ്റാവാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് തക്കാളിയുടെ നീരുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം, അലോവേര ജെല്ലും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും നിങ്ങൾക്ക് യൂസ് ആക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ രണ്ടും യൂസ് ആക്കുക. ഇനി രണ്ടും വേണ്ട ഏതെങ്കിലും ഒന്ന് മതി എന്നാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ മതി. ഈ ഓയിലി സ്കിൻകാർക്ക് അത് സെറ്റ് ആവില്ലല്ലോ പാല്, തൈരൊന്നും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഓൾട്ടർനേറ്റീവ്സ് യൂസ് ആക്കാം. ഇനി ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഭയങ്കര ഡള്ളായിരിക്കുകയാണ് സ്കിന്ന് എന്നുണ്ടെങ്കിൽ പൊട്ടറ്റോയുടെ ജ്യൂസ് ഉണ്ടല്ലോ, ഉരുളക്കിഴങ്ങിൻ്റെ നീര്, അതും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏതാണോ നിങ്ങളുടെ സ്കിന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ആക്കാം. അടുത്തതായിട്ട് സ്കിന്നൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ഒരുപാട് കഴുകണം എന്നില്ല, എന്നാലും നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് വാഷോ സോപ്പോ യൂസ് ചെയ്ത് കഴുകിക്കൊടുക്കുക. അല്ല വീട്ടിലിരിക്കുന്നതാണെങ്കിൽ ജസ്റ്റ് റോസ് വാട്ടർ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് വൈബും അതുപോലെ തന്നെ നന്നായിട്ട് ക്ലീൻ ആകും ഫേസ്. കോട്ടൺ ബോൾ അല്ലെങ്കിൽ പഞ്ഞി യൂസ് ചെയ്തിട്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നന്നായിട്ട് ക്ലീൻ ആകുന്നത് നമുക്ക് തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം ഈ ഒരു ഫേസ് പാക്ക് ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. മഞ്ഞൾ അലർജി ഉള്ളവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് ഏതൊക്കെയാണോ സെറ്റ് ആവാത്തത് അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള സംഭവം യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഐറ്റം നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര നന്നായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടെ ഇതിനോടൊപ്പം മിക്സ് ആക്കാം. അത്രയേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട് ഇത് ഒരു ഈവൻ ലെയറായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുഖത്ത് മാത്രമല്ല കഴുത്തിലും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു
ഈവൻനെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു 2-3 യൂസൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കഴുത്തും മുഖവും തമ്മിൽ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും. ഈ ഒരു ഫേസ് പാക്കിൽ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യമായിട്ട് യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ 1-2 തവണയൊക്കെ റിപ്പീറ്റായിട്ട് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നല്ലൊരു മാറ്റം നമുക്കറിയാനായിട്ട് പറ്റും. സോ അത് നമ്മുടെ കഴുത്തിലും കൂടെ ഈവനായിട്ട് പോയാലേ രസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നല്ലൊരു വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ നമ്മുടെ ഈ ഒരു ഏജിങ് സൈൻസ് 40 കഴിഞ്ഞവരാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ കഴുത്തിൻ്റെ അവിടെയായിട്ട് ഏജിങ് സൈൻസ് ഉണ്ടാവും. അപ്പോൾ അത് മാറ്റാനല്ല, അത് കുറച്ച് കൊണ്ടുവരാനും അത് നമുക്ക് പെട്ടെന്ന് അങ്ങനെ എടുത്തറിയാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് അവിടുത്തെ സ്കിന്നൊന്ന് നന്നായിട്ട് റെജുവിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമുക്കത് കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് മസ്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് അറിയാൻ പറ്റും. ഈവൻ നമ്മുടെ ചുണ്ടും കണ്ണുകളും ആയാൽ പോലുണ്ടല്ലോ, നമ്മൾ കണ്ണുകളിൽ നല്ലതായിട്ട് മേക്കപ്പൊക്കെ ചെയ്തിട്ട് ചുണ്ട് ഭയങ്കര ഡള്ളായിട്ട് ഡാർക്കായിട്ട് ഒക്കെ ഇരുന്നാൽ നമ്മുടെ ഫേസിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ആവില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡി ഓൾസോ നല്ല ഇതായിരിക്കണം. ഇനി കുറച്ച് കൂടുതൽ തൈരൊക്കെ ചേർത്ത് നിങ്ങൾ മിക്സ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ഫുള്ളായിട്ട് നമുക്ക് ടാൻ റിമൂവലിന് യൂസ് ആക്കാം, മോയ്സ്ചറൈസേഷന് വേണ്ടിയിട്ട് യൂസ് ആക്കാം. ഇപ്പോൾ നമുക്ക് ഫുൾ ബോഡി പാക്കായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, നല്ല വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈവൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അത്രയും ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നന്നായിട്ട് പിടിക്കും. ചെറിയതായിട്ട് ഇങ്ങനെ ചില ഭാഗത്തു നിന്നൊക്കെ ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ തന്നെ നിങ്ങൾ വാഷ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഡ്രൈ ആയി നമ്മുടെ സ്കിന്ന് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യരുത്. അങ്ങനെ വെച്ചിരുന്നാൽ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന നാച്ചുറലി ഉള്ള ഒരു നനവും മോയ്സ്ചറൈസേഷനും ഉണ്ടല്ലോ, അത് ഈ പാക്ക് വലിച്ചെടുക്കും. അപ്പോൾ സ്കിന്ന് ഡ്രൈ ആയി പോകും, ഒരുപാട് വരണ്ട് പോയതുപോലെ തോന്നും. ഇനി അടുത്തതായിട്ട് ഇത് കഴുകിക്കളയാം. 10 മുതൽ 15 മിനിറ്റ് വരെ കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം. അതിനുശേഷം നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എൻ്റെ ശബ്ദത്തിന് കുറച്ച് വേരിയേഷൻസ് വരും, കാര്യം സൗണ്ട് പോയിരിക്കുകയാണ്. ഞാൻ 2-3 വീഡിയോസിലായിട്ട് പറയുന്നു, ഒന്നും ശരിയാകുന്നില്ല. അതുകൊണ്ട് ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ അലോവേര ജെല്ലാണ് യൂസ് ആക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോയ്സ്ചറൈസർ യൂസ് ആക്കാം. നമ്മുടെ സ്കിന്നിന് ഓക്കെ ആയിട്ട് ജെൻറ്റിലായിട്ടുള്ളത് ഏതാണോ അത് യൂസ് ആക്കാം. ഇപ്പോൾ ഏറ്റവും അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടാൻ ഇത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം യൂസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണ് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ നിങ്ങൾക്ക് യൂസ് ആക്കാം. ഒരു 3 ദിവസം കുറഞ്ഞത് യൂസ് ആക്കിയിരിക്കണം, എന്നാലാണ് സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. ഒരു ഫേഷ്യൽ ചെയ്ത റിസൾട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടും. അത്രയും അടിപൊളി ആൻഡ് പവർഫുൾ ആണ്. എല്ലാവരും ട്രൈ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.